ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ചെറിയ ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആണ്. എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ട് ഇതിനകത്തുനിന്ന് ഒരു തിയറി പാർട്ട് ക്വസ്റ്റ്യനോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ഒരു പോളറൈസേഷൻ, എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് അതിനകത്ത് ഇലക്ട്രിക്കൽ കമ്പോണൻസും ഉണ്ട് ആസ് വെൽ ആസ് മാഗ്നറ്റിക് കമ്പോണൻസ്. ഈ രണ്ട് കമ്പോണൻസും ഉള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുന്ന ടേം. അപ്പൊ നോക്കിയേ, ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫീൽഡ്. രണ്ട് ഫീൽഡ് ഉണ്ട്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, EM വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ കമ്പൈൻ ചെയ്യണം. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ Z ഡയറക്ഷനിലായിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവില് ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് H എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് ഒരു കൺസെപ്ഷൻ, ഒരു ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഫിഗർ നോക്കിയേ, ഫിഗറിൽ കാണാം നമ്മുടെ എക്സ് കാണിച്ചിരിക്കുന്നുണ്ടോ. ജനറലി ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. Ex is equal to E naught x. E naught എന്ന് വെച്ചാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. cos omega t മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് ആണ്, അതൊക്കെ അറിയാലോ. ദെൻ എന്താണ് ഈ y എന്ന് പറയുമ്പോഴത്തേനും വൈയുടെ ടേമും, അതായത് നമ്മളിപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത്, ദെൻ വൈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ജനറലി അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ അല്ലത് Z ആക്സിസ് ആയിരിക്കും. ബോത്ത് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് Z ഡയറക്ഷനിലായിരിക്കും. ഫോർ എ വേവ് ട്രാവലിംഗ് അലോങ് ദ പ്ലസ് Z ആക്സിസ് ആയിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഡിഫറെന്റ് പോളറൈസേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളതാ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോളറൈസേഷൻ? അപ്പൊ എന്താണ് പോളറൈസേഷൻ എന്ന് പറയാം. പോളറൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഓറിയന്റേഷൻ ആണ്. എങ്ങനെയാണ് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നത്. അത് നമുക്ക് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആകാം, അല്ലെങ്കിൽ സർക്കുലർ ആവാം, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ആവാം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, പോളറൈസേഷൻ ഈസ് ഡിഫൈൻഡ് as, ഒന്നാമത്തെ ഒരു ഡെഫിനിഷൻ, ദ ഓറിയന്റേഷൻ ആൻഡ് ടൈം വേരിയേഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഇൻ സ്പേസ്. സ്പേസിൽ ഒരു ഫിക്സഡ് പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഓറിയന്റേഷൻ, അത് ഏത് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് ഇനി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലല്ല, ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഈ പോളറൈസേഷൻ കേൾക്കും. ഓക്കെ, വേവ്സിന്റെ പോളറൈസേഷൻ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഇത് പാത്ത് ട്രേസ്ഡ് ബൈ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വിത്ത് ടൈം ഈസ് കോൾഡ് പോളറൈസേഷൻ. അപ്പോൾ പോളറൈസേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേർഡും കൂടി ഇതിനകത്ത് ഓർക്കുക. പോളറൈസേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഓറിയന്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം ആന്റിനയൊക്കെ പറയൂലേ, ആന്റിനയൊക്കെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് EM വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫോംസ് ആണ്. അതിൽ എലിപ്റ്റിക്കൽ ആന്റിന ഉണ്ട്, നമ്മുടെ യാഗിയുടെ ആന്റിന, പല ടൈപ്പ് ആന്റിന ഉണ്ട്. ഈ ആന്റിന പറയുന്നത് ഈ വേവിന്റെ പ്രൊപ്പഗേഷൻ വെച്ചിട്ടാണ്. അതായത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ആ വേവിന്റെ ഓറിയന്റേഷൻ, എങ്ങനെയാണ് ആ വേവ് അതിനകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് പഠിക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എന്ത് വരിക, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരിക. അപ്പം ഓർക്കേണ്ടത്, ജനറലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ആക്സിസ്, മാഗ്നറ്റിക് ഫീൽഡ് അലോങ് വൈ ആക്സിസ്, ദെൻ ദ ലൈൻ ഓഫ് അല്ലെങ്കിൽ ദെൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് Z ആക്സിസ്. ഈ ഒരു ഫിഗർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ മാത്തമാറ്റിക്കൽ, ജനറലി ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതും കൂടെ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ പോളറൈസേഷൻ എന്താണ്, ഒന്നെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ നോക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഡെഫിനേഷൻ നോക്കിയാൽ മതി. ഇനി ക്ലാസ്സിൽ എന്തായാലും ഒന്നേ മീൻ ചെയ്യുന്നുള്ളൂ, അതിന്റെ ഓറിയന്റേഷൻ മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എങ്ങനെയാണ് ഒരു EM വേവിനെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പം സാധാരണ ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത് Z ആക്സിസിലാണ് എന്നാണ് നമ്മൾ ജനറലി നമ്മൾ പറയുന്നത്. അതായത് ഒരു എക്സ്, ദെൻ ഒരു വൈ, നേരെ Z ആക്സിസിലോട്ടായിരിക്കും അതിന്റെ വേവിന്റെ ട്രാവലിംഗ് വരിക. ദിസ് ഈസ് Z ആക്സിസ്, ഇതാണ് എക്സ്, ഇത് വൈ. സാധാരണ എക്സിൽ നമ്മൾ എന്ത് എടുക്കും, ഇലക്ട്രിക് ഫീൽഡ് എടുക്കും, വൈയിൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കും, ദെൻ ദ വേവ് ഓഫ് പ്രൊപ്പഗേഷൻ അലോങ് Z ആക്സിസ്. അതാണ് ജനറൽ ടേം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഇതിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അതിന് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. സപ്പോസ് എ വേവ് ട്രാവൽസ് അലോങ് ദ Z ആക്സിസ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ടു കമ്പോണൻസ്.
ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ടു കമ്പോണൻസ്. ഏതൊക്കെയാണ് രണ്ട് കമ്പോണൻസ്? എക്സും വൈയും അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണൻസ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് E0 എക്സ് കോസ്. ഈ E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ മാക്സിമം, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. E0 എക്സ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. ഈ ഒരു ടേമിലായിരിക്കണം എന്നില്ല നിങ്ങൾ എക്സാം മീൻസ് നിങ്ങൾക്ക് നോട്ടിൽ ഉണ്ടാവുന്നത്. ഏതാണെങ്കിലും ജനറൽ ഫോം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. So along x-axis and the field along y-axis. Y എന്ന് പറയുന്നത് ഈ y is equal to E0. ഇതിനകത്ത് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഫേസ് ഡിഫറൻസ് ആണ് കേട്ടോ. ബീറ്റ എന്ന് പറഞ്ഞ ഫേസ് കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ ഈ ടേമുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടേം ആണ്. ജനറൽ റെപ്രസെന്റേഷൻ മാത്രം നോക്കുക. ഈ പോളറൈസേഷൻ ഓഫ് വേവിനകത്തുനിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് കുറവാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ന്യൂമറിക്കൽസ് ഞാൻ ഇതിന്റെ ഒരു പോർഷനും കൂടെ നോക്കാം. അല്ലാത്ത പക്ഷം ഇതിന്റെ എന്ത് തന്നെ ചോദിക്കുക, തിയറി പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുക. ഒരു 5 മാർക്ക് 6 മാർക്കിനുള്ള തിയറീസ് ഇതിനകത്ത് ചോദിക്കാം. വിത്ത് ഫിഗർ ആയിരിക്കണം. വെറുതെ വലിച്ചുവാരി എഴുതിയിട്ട് കാര്യമില്ല. ഫിഗറും മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും മസ്റ്റ് ആണ്. ഇതിന് മാർക്ക് കൃത്യമായിട്ട് ഇതിനെയാണ് കൂടുതൽ മാർക്ക്. ബാക്കിയുള്ളതൊക്കെ ഒന്നോ രണ്ടോ സെന്റൻസിൽ നമുക്ക് എഴുതാം. സോ ഇതിനകത്ത് ഓരോ ടേംസും പറഞ്ഞിട്ടുണ്ട്. ഈ എക്സും ഈ വൈ. ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അലോങ് എക്സ് ഇസഡ് ആക്സിസിൽ വന്നിരിക്കുന്ന ആ EM വേവിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. പോളറൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസിനെയും നമ്മുടെ പോളറൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഓറിയന്റേഷൻ. അതിന്റെ അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനെ അത് ഡിപ്പെൻഡ് ചെയ്യും, ഫേസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് എന്തോരം ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളറൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഉണ്ട്. മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നോക്കാം. എങ്ങനെയാണ് അതിനകത്ത് വേവ് പോളറൈസ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. അപ്പൊ നോക്കിയേ, there are 3 major types polarizations ആണുള്ളത്. ഫസ്റ്റ് വൺ ലീനിയർ പോളറൈസേഷൻ, ദെൻ സർക്കുലർ പോളറൈസേഷൻ, എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ആസ് യൂഷ്വൽ നമുക്ക് ഈ ഒരു നെയിം കേൾക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് പോളറൈസേഷൻ. ലീനിയർ പോളറൈസേഷനിൽ എന്തായിരിക്കും മക്കളെ? ലീനിയർ പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലീനിയർ ആയിട്ടായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓറിയന്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സർക്കുലർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സർക്കുലർ ഷേപ്പിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എലിപ്റ്റിക്കൽ ആകുമ്പോൾ എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ആണ്. ഫസ്റ്റ് അതിനകത്ത് നോക്കിയാൽ ലീനിയർ പോളറൈസേഷൻ. If the tip of the electric field traces a straight line, കണ്ടോ, straight line with the time, the wave is linearly polarized. അപ്പോൾ നമ്മൾ ലീനിയർ പോളറൈസേഷൻ പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ആ ടിപ്പ്, ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഇത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു ലീനിയർ പോളറൈസേഷന് 1-2 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ഇത് വെച്ചിട്ട് ഞാനൊരു സ്ലൈഡും കൂടെ ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ പറയാം. അതായത് തന്നിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും വെച്ചിട്ടാണ് അത് ലീനിയർലി പോളറൈസ്ഡ് ആണോ, അല്ലെങ്കിൽ അത് സർക്കുലർ പോളറൈസ്ഡ് ആണോ, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീനിയറി പോളറൈസേഷൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ കണ്ടീഷൻസ് നോക്കിയേ. ഫേസ് ഡിഫറൻസ് ഒന്നെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കണം. 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കണം. ദെൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വലോ അല്ലെങ്കിൽ ഈക്വലോ ആവാം. എന്നാൽ പോലും നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറയാം. ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഓർ 180 ഡിഗ്രി. അത് മാത്രം നോട്ട് ചെയ്യുക. അപ്പം ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫിഗർ നിങ്ങൾ പഠിക്കണം. പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് XY ഡയറക്ഷൻ വരയ്ക്കുന്നു. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ഡയറക്ഷനിലോട്ട് ലീനിയർ ആയിട്ടാണ്. ദാറ്റ് ഈസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ മാത്തമാറ്റിക്കലി ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്താണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ നോക്കിയാൽ മതി. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാം. അപ്പോൾ നോക്കിയേ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഈ എക്സ് ഇസ് ഈക്വൽ ടു ഇ നോട്ട് എക്സ് കോസ് ഒമേഗ ടി. നമ്മൾ പറഞ്ഞായിരുന്നു ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ് എന്ന് പറഞ്ഞു ഇല്ലേ? ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. പിന്നെന്താണ്? ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി അല്ലെ 180. അതുകൊണ്ട് സോ ഫേസ് ഡിഫറൻസ് നമുക്ക് ആവശ്യമില്ല. ഇ വൈ ഇസ് ഈക്വൽ ടു E0y കോസ് ഒമേഗ ടി ആണ്. സോ EY ബൈ EX ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് E0y ഡിവൈഡഡ് ബൈ E0x ആയിരിക്കും. ദ ടിപ്പ് ഓഫ് ദ ഇങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ആ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഫിഗർ പഠിക്കണം. ദെൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിപ്പോൾ കണ്ടല്ലോ, അതും തന്നെ 2 ടൈപ്പ്. അതിനൊരു സബ് ക്ലാസിഫിക്കേഷൻ 2ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പോളറൈസേഷനും വെർട്ടിക്കൽ പോളറൈസേഷനും എടുക്കാം. ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയും. ദീസ് ആർ ഓൺലി, ഇതെല്ലാം വന്നിരിക്കുന്ന ഏത് കാറ്റഗറിയിലാണ്? ലീനിയർ പോളറൈസേഷൻ കാറ്റഗറിയിൽ. ഇഫ് നമ്മുടെ ആ ഒരു പോളറൈസേഷൻ പാറ്റേണിൽ ഇലക്ട്രിക് ഫീൽഡ് ഏതാണ് എക്സ് ആക്സിസിൽ മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയും. ഇവൻ എന്തായിരിക്കും? വൈ ആക്സിസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെർട്ടിക്കൽ പോളറൈസേഷൻ. അപ്പൊ ഇത് ഇതിന്റെ സബാണ്. ലീനിയർ പോളറൈസേഷൻ തന്നെ 2, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ആണെങ്കിൽ അതിന് ഹൊറിസോണ്ടലും, ഇലക്ട്രിക് ഫീൽഡ് അലോങ് വൈ ആക്സിസ് ആണെങ്കിൽ അത് വെർട്ടിക്കൽ പോളറൈസേഷനും. അതിന് ജസ്റ്റ്
എഴുതിയിട്ടുണ്ട് E is equal to E naught cos omega t x cap, then E is equal to E naught cos omega t y cap. ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്രസെന്റേഷൻ ഒക്കെ സിമ്പിൾ ആണ്, ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ പഠിച്ച് അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പൊ ലീനിയർ പോളറൈസേഷൻ എന്താണ്? പോളറൈസേഷൻ നോക്കി, ലീനിയർ പോളറൈസേഷൻ അതിനകത്തുനിന്ന് രണ്ട് ടൈപ്പ് എന്താണ്? ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? സർക്കുലർ പോളറൈസേഷൻ. നമുക്കപ്പോൾ അതുകൂടെ നോക്കാം. അടുത്തത് നോക്കി, സർക്കുലർ പോളറൈസേഷൻ. സർക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ടിപ്പ് എങ്ങനെയായിരിക്കും ഓറിയന്റേഷൻ, ആ ട്രേസ് ചെയ്യുന്നത് സർക്കിൾ ആയിട്ടായിരിക്കും. അപ്പൊ നോക്കി, ഇഫ് ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ട്രേസസ് എ സർക്കിൾ ദ വേവ് ഈസ് സർക്കുലർലി പോളറൈസ്ഡ്. അതിനും രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതിന്റെ കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഏത് ടൈപ്പ് പോളറൈസേഷൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓറിയന്റേഷൻ ആണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടീഷൻ നോക്കി, ഒന്നാമത്തെ കണ്ടീഷൻ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ സർക്കിൾ ആയിട്ട് വരത്തുള്ളൂ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സർക്കുലർലി പോളറൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് XY ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 90 ഡിഗ്രി, ഒന്നെങ്കിൽ പ്ലസ് 90 ആവാം, ഇല്ലെങ്കിൽ മൈനസ് 90 ആവാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നമുക്കിപ്പോൾ ഒരു സർക്കിൾ പറഞ്ഞാൽ അതിന് രണ്ട് രീതിക്ക് പോളറൈസ് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ ക്ലോക്ക് വൈസിൽ പോളറൈസേഷൻ നടക്കാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ പോളറൈസേഷൻ നടക്കാം. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്ലസ് ഓർ മൈനസ് 90 വന്നത്. പ്ലസ് 90 ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോളറൈസ് ചെയ്യും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ. നമ്മുടെ മൈനസ് 90 വന്നാൽ അത് ആന്റി ക്ലോക്ക് വൈസ്, നേരെ റിവേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിലും അപ്പൊ എന്ത് വന്നു? സർക്കുലർ പോളറൈസേഷനും രണ്ട് ടൈപ്പ് ഉണ്ട്, സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലീനിയർലി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അതുപോലെയാണ് സർക്കുലർ നമ്മൾ രണ്ട് ടൈപ്പിൽ പറഞ്ഞു, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓർക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ദെൻ ഫേസ് ഡിഫറൻസ് പ്ലസ് ഓർ മൈനസ് 90. നമ്മൾ മറ്റേതിൽ എന്തായിരുന്നു? 0 അല്ലെ 180 ആയിരിക്കണം ഫേസ് ഡിഫറൻസ് ഇൻ കേസ് ഓഫ് ലീനിയർ പോളറൈസേഷൻ. അപ്പൊ ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, റൊട്ടേഷൻ ക്ലോക്ക് വൈസ്. അത് നമുക്ക് നോക്കാം. ഇതാണ് ജനറൽ റെപ്രസെന്റേഷൻ. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നോക്കിയേ. Ex is equal to E naught cos omega t, Ey is equal to then E naught sin omega t. ഈ രണ്ടെണ്ണത്തിനെയും കൂടെ നമ്മൾ സ്ക്വയർ എടുക്കുകയാണ്. രണ്ടിനെയും കൂടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് Ex square plus Ey square is equal to E0 square. ഇത് ഏതാണെന്നറിയാലോ? ഇതാണ് സാധാ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. മെയിൻ ആയിട്ട് ആ കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ നോട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ പ്ലസ് ഓർ മൈനസ് 90 ഡിഗ്രി ആയിരിക്കണം അതിന്റെ ഫേസ് ഡിഫറൻസ്. Then types of circular polarization. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. സർക്കുലർ പോളറൈസേഷൻ രണ്ട് ടൈപ്പ് ആണ്. റൈറ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ RHCP എന്ന് പറയും. ഫേസ് ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 90 ഡിഗ്രി ആണ്. മൈനസ് 90 ആണെങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നോട്ട് ചെയ്യണം. ഇതിപ്പോൾ നമുക്കിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനോ ഒന്നും പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. എന്താണ് പോളറൈസേഷൻ, എന്താണ്. പക്ഷേ ഇതിനകത്ത് ഈ കാറ്റഗറീസും ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും ഇതിനകത്ത് ഓരോ ചെറിയ എന്താണ് ഫിഗർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, പോളറൈസേഷൻ ഓഫ് EM വേവ്. ചില കുട്ടികൾ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഒരു പോയിന്റ്സ് 2 പോയിന്റ്സോ പഠിച്ചാൽ ഒരു എസ്സേ ടൈപ്പ് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും അതിന്റെ ഫിഗറും ഒക്കെ എഴുതിയാൽ മാത്രമേ ആ എസ്സേ അല്ലെങ്കിൽ ആ ഒരു തിയറി പോർഷന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് തിയറി ആയിട്ട് കയ്യിൽ നിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് മാത്രം എഴുതുക. ഈ പോയിന്റ്സിന്റെ കൂടെ ഈ പറഞ്ഞ ഇക്വേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഫിഗർ. സോ റൈറ്റ് ഹാൻഡ് പോളറൈസേഷനിൽ എന്താണ്? ഡെൽറ്റയുടെ വാല്യൂ മൈനസ് 90. മൈനസ് 90 ആണെങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് 90 ഡിഗ്രി. ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ്സ് ഇൻ ആന്റി ക്ലോക്ക് വൈസ്. ദെൻ ആ ഫിഗറും വരച്ചു വെച്ചാൽ സർക്കുലർ പോളറൈസേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് വൺ ഒരൊറ്റ പോളറൈസേഷൻ കൂടി ഉണ്ട്. ഏതാ? എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. അതെന്താണ്? ഇപ്പൊ തന്നെ നമുക്ക് പറയാം. അതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ട്രേസസ് ആ എന്തായിരിക്കും? എലിപ്റ്റിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഇതിലായിരിക്കും. എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആയിരിക്കും. സർക്കിൾ ആയിരുന്നെങ്കിൽ സർക്കുലർ പോളറൈസേഷൻ, സ്ട്രെയിറ്റ് ലൈൻ ആണ് ഒബ്റ്റെയിൻ ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് ലീനിയർ പോളറൈസേഷൻ. ലീനിയർലി ആയിരിക്കും. അപ്പം എലിപ്റ്റിക്കൽ ആയിട്ടായിരിക്കും. അപ്പോൾ കാണാനായിട്ട് അതൊരു എലിപ്സിനെ പോലെയാണെന്നുണ്ടെങ്കിൽ അതിന് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഓക്കെ, ആ ഫിഗർ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നോക്കിയേ. ലാസ്റ്റ് എന്താണ്? എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. എലിപ്റ്റിക്കൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ട്രേസസ് ആൻഡ് എലിപ്സ്. ഒരു എലിപ്സ് പോലെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എലിപ്സിന്റെ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ
ഇലക്ട്രിക്കലി പോളറൈസ്ഡ് എന്നായിരിക്കും പറയാം. അപ്പോൾ ഇലക്ട്രിക്കലി പോളറൈസേഷന് രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അൺഈക്വൽ ആകാം, ഫേസ് ഡിഫറൻസ് നോട്ട് 0 or 180 ഡിഗ്രി. ദെൻ ഒന്നെങ്കിൽ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എക്സാക്ട്ലി 90. അതായത് ഇതിൻ്റെ ഈ കണ്ടീഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഈ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചിലപ്പോൾ ന്യൂമറിക്കലായിട്ട് എന്തെങ്കിലും ഇത് ഏത് ടൈപ്പ് പ്രൊപ്പഗേഷൻ ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 2 മാർക്സിന് ചോദിക്കാം. ഒന്നെങ്കിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ്സ് അൺഈക്വൽ, ആംപ്ലിറ്റ്യൂഡ് രണ്ടും അൺഈക്വൽ ആകുന്ന ടൈമിൽ ദെൻ ഫേസ് ഡിഫറൻസ് ഒരിക്കലും 0 അല്ലെങ്കിൽ 180 ആവരുത്. ഇൻ ബിറ്റ്വീൻ 0 and 180 ഓക്കെയാണ്. ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് വിചാരിക്കും, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഡിഫറൻസ് ഒരിക്കലും 90 ആവരുത്. 90 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് വരില്ലേ. എലിപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? എലിപ്സ് എന്ന് പറയുമ്പോൾ 180 അല്ല, 90 അല്ല, 0 ഡിഗ്രി അല്ല, ഈ ഒരു ഷേപ്പാണ്, എലിപ്സിന്റെ ഷേപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനും കൂടെ ഒന്ന് നോക്കാം. Ex is equal to a cos omega t. This is the x. അതായത് ഈ a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. ദെൻ ഈ y എന്ന് പറഞ്ഞ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ബീറ്റ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഫേസ് ഡിഫറൻസ്. ഈ എലിപ്സിന്റെ ഈ ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആംപ്ലിറ്റ്യൂഡും ഒരു ഫേസ് ഡിഫറൻസും തന്നാൽ അത് ഏത് ടൈപ്പ് പോളറൈസേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബോക്സ് ഒന്ന് നോക്കിയേ. ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഏത് ആംപ്ലിറ്റ്യൂഡോ ആയിക്കോട്ടെ, ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ അത് കണ്ണു അടച്ച് നമുക്ക് പറയാം എന്താണ്, അത് ലീനിയറി പോളറൈസേഷൻ ആണ്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്തും ആയിക്കോട്ടെ, 180 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ അതും നമുക്ക് എന്തു പറയാം, ലീനിയർ പോളറൈസേഷൻ ആണെന്ന് പറയാം. ദെൻ ഈക്വൽ ആംപ്ലിറ്റ്യൂഡും ആണ്, +90 ആണെങ്കിൽ ദാറ്റ് ഈസ് സർക്കുലാർ. ഇഫ് -90 ആണെങ്കിൽ അതും സർക്കുലാർ. ഇഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അൺഈക്വലും ഒരു 90 ഡിഗ്രിയുമാണ് തന്നിരിക്കുന്നത് എങ്കിൽ എലിപ്റ്റിക്കൽ, ആദ്യത്തെ കണ്ടീഷൻ. ഇഫ് അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡും ഏതെങ്കിലും വേറെ ആംഗിളും, അതായത് 0 in between 180 പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ആംഗിളും തന്നാൽ അതും എലിപ്റ്റിക്കൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഈ കണ്ടീഷൻസ്, അതായത് ഒരു ആംപ്ലിറ്റ്യൂഡും ഒരു ഫേസ് ഡിഫറൻസും തന്നാൽ നമുക്ക് എങ്ങനെ ഏത് പോളറൈസേഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മാത്രം നോട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫിഗർ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, ചെറിയ ആ ഒരു ഡെഫിനിഷൻ മാത്രം, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത ഒരു ഇതിൽ എക്സാമിന് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിളും കൂടെ വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാം. നോക്കിയേ, നമുക്കിപ്പം ക്വസ്റ്റിനകത്ത് പല കണ്ടീഷൻസ് തരാം. ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ പോലെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 12x + 3yz+ അങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ടായിരിക്കും തരാം. നമുക്ക് ന്യൂമറിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, അതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കി, ഇപ്പോൾ കണ്ടീഷൻ നമുക്ക് തന്നത് only one electric field components, only one electric field component ആണെങ്കിൽ, ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടലും വെർട്ടിക്കലും രണ്ട് ടൈപ്പ് കമ്പോണൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഹൊറിസോണ്ടൽ ആണെങ്കിൽ എക്സ് കമ്പോണന്റ് മാത്രം, വെർട്ടിക്കൽ ആണെങ്കിൽ വൈ കമ്പോണന്റ് മാത്രം. അപ്പോൾ only one electric field component എക്സിസ്റ്റ് ആണെങ്കിൽ അത് ഏത് പോളറൈസേഷൻ ആണ്? ലീനിയർ പോളറൈസേഷൻ ആണ് അല്ലേ. ദെൻ ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ 180 ആണെങ്കിൽ അതും നമുക്ക് പറയുന്നത് ലീനിയർ പോളറൈസേഷൻ ആണെന്ന് പറയാം. ഈക്വൽ ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസ് +or-90 ആണെങ്കിൽ സർക്കുലർ ആണെന്ന് പറയാം. അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് വിത്ത് ഫേസ് ഡിഫറൻസ് +or-90 ദാറ്റ് ഈസ് എലിപ്റ്റിക്കൽ മീൻസ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. ഫേസ് ഡിഫറൻസ് ഈസ് നൈദർ 0, 180 nor 90 ഡിഗ്രി ആണെങ്കിൽ എലിപ്റ്റിക്കൽ. അതായത് ഈ ഒന്നിലും അല്ലാത്ത കേസ് വന്നു കഴിഞ്ഞാലാണ് അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എന്നൊരു രീതിയിൽ വരുന്നത് എലിപ്റ്റിക്കലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. പോളറൈസേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇതിനകത്ത് നമ്മൾ ആ ഓറിയന്റേഷൻ ആണ് നോക്കുന്നത്, മാത്തമാറ്റിക്കൽ കണ്ടീഷൻസ്, അതിന്റെ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിൽ നിന്ന് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ പോളറൈസേഷൻ ആണ്. കുറച്ച് പേരുകൾ നോക്കുക, ജസ്റ്റ് ഈ ഒരു ബോക്സും മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ മതി. ആ ഒരു ഫിഗറും ഈ ഒരു ബോക്സും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക്, എത്രയാണോ ചോദിക്കുന്ന ഫുൾ മാർക്ക് നമുക്ക് ഗെയിൻ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ആയിട്ടാണ് പ്രോബ്ലം ചോദിക്കുന്നതെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.